ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ബ്രിസ്റ്റോൾ സർവകലാശാല ഗവേഷകരുടെ പഠനം പറയുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് 250 ദശലക്ഷം വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്നാണ്. അത്യാധുനിക കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ. നമസ്കാരം, ന്യൂസ് ഗ്ലോബി ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വരാൻ പോകുന്നത് കൂട്ടവംശനാശമെന്ന് പഠനങ്ങൾ. തമോഗർത്തങ്ങൾ ഇനിയും ഉണ്ടാകും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ കാണുന്ന കാഴ്ചകൾ വളരെയേറെയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ വരൾച്ച വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. 2018 വെള്ളപ്പൊക്കം കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടി. മരുഭൂമിയായിരുന്ന ഗൾഫ് മേഖലകളിൽ ദുബൈയിലും സൗദിയിലും ഖത്തറിലും ബഹ്റിലും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പെരുമഴയും കൊടുങ്കാറ്റുമൊക്കെയായി കാലാവസ്ഥ ആകെ തകിടം മറിഞ്ഞിരിക്കുന്നു. അന്റാർട്ടിക്കയിലാണെങ്കിൽ മഞ്ഞുപാളികൾ ഉരുകുന്നു. ജപ്പാനിലും ഇന്തോനേഷ്യയിലും മറ്റും അടിക്കടി സുനാമികളും ഭൂചലനങ്ങളും ഉണ്ടാകുന്നു. ഇത് ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് കാലങ്ങൾ കഴിയുന്തോറും ഭൂമിയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസിനും 70 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ കൊടും ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന ജീവിവർഗങ്ങൾ മാത്രമായിരിക്കും ഇവിടെ നിലനിൽക്കുന്നത്. ശാശ്വതമായ എന്ന് ഒന്നില്ല. അതിന് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പായാൽ പോലും ശാസ്ത്രലോകവും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ നിലനിൽപ്പും ശാശ്വതമല്ലെന്ന്. സമീപ ഭാവിയിലല്ലെങ്കിലും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. അതുമൂലം ഓസോൺ പാളികളിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ ആർട്ടിക് അന്റാർട്ടിക് ധ്രുവങ്ങളിലെ മഞ്ഞുരുക്കുകയാണെന്നും ഇത് ഭൂമിയിലെ കടൽ ജലനിരപ്പ് ഉയർത്തുമെന്നുള്ള നിരവധി പഠനങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ബ്രിസ്റ്റോൾ സർവകലാശാല ഗവേഷകരുടെ പഠനം പറയുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് 250 ദശലക്ഷം വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്നാണ്. അത്യാധുനിക കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ. ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ സസ്തനികളെയും ഒന്നാകെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കൂട്ടവംശനാശം ഉണ്ടാകുമെന്നും ഗവേഷകർ പറയുന്നു. ഈ സമയമാകുമ്പോഴേക്ക് ഭൂമിയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസിനും 70 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ഈ കൊടും ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന ജീവിവർഗങ്ങൾ മാത്രമാകും നിലനിൽക്കുക. ഇത് ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉൽക്കാപതനത്തിനെ തുടർന്നുണ്ടായ ദിനോസറുകളുടെ കൂട്ടക്കൊലയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ കൂട്ടവംശനാശമായിരിക്കുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ജിയോഗ്രഫിക്കൽ സയൻസിലെ സീനിയർ റിസർച്ച് അസോസിയേറ്റ്സ് ആയ ഡോക്ടർ അലക്സാണ്ടർ ഫാൻസ്വർത്ത് പഠനത്തിന് നേതൃത്വം നൽകിയത്. ഇക്കാലമാകുമ്പോഴേക്കും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇന്നത്തേതിനെ അപേക്ഷിച്ച് ഇരട്ടിയിലേറെയായിരിക്കും. ഇത് ഭൂമിയിലെ അന്തരീക്ഷത്തെ ഇരുണ്ടതാക്കും. അത്തരമൊരു പരിതസ്ഥിതിയിൽ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും വിയർപ്പ് ഗ്രന്ഥികളിലൂടെ ശരീരത്തെ തണുപ്പിക്കുകയെന്നത് അസാധ്യമാകും. അതായത് ശരീരത്തിന് സ്വയമേവയുള്ള പ്രവർത്തനങ്ങളെ ഇത്തരമൊരു കാലാവസ്ഥ തകർക്കും. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറന്തള്ളപ്പെടുന്ന വാതകവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് newscientist.com റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല 250 ദശലക്ഷം വർഷം കഴിയുമ്പോഴേക്കും ഭൂമിയിലെ ഭൂഖണ്ഡങ്ങളെല്ലാം പഴയതുപോലെ പാങ്കിയ അൾട്ടിമ എന്ന ഒരൊറ്റ സൂപ്പർ ഭൂഖണ്ഡമായി മാറുമെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു. മാത്രമല്ല ഈ കരപ്രദേശം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി ഒരു ഡോണറ്റിന്റെ ആകൃതിയിൽ നടുക്ക് സമുദ്രവും അതിനെ ചുറ്റി കരപ്രദേശവും എന്ന രീതിയിലായിരിക്കും. അതേസമയം പസഫിക് സമുദ്രം ഭൂമിയുടെ മറ്റ് കരപ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കും. പാങ്കിയ അൾട്ടിമ എന്ന ഒറ്റ ഭൂഖണ്ഡത്തിന്റെ സാങ്കല്പിക അസ്തിത്വം ഭൂഫലകങ്ങളുടെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ രൂപപ്പെടും എന്നതിന്റെ ഒരു സാധ്യത മാത്രമാണെന്നും ഗവേഷകർ പറയുന്നു. ഫലക ചലനത്തെ തുടർന്ന് ഭൂഖണ്ഡങ്ങൾ എങ്ങനെ മാറിയാലും അവ ഒരിക്കൽ ഒരൊറ്റ സൂപ്പർ ഭൂഖണ്ഡമായി മാറുമെന്ന് ശാസ്ത്രലോകവും ഉറപ്പു പറയുന്നു. ഈ സൂപ്പർ ഭൂഖണ്ഡം
അത്യധികം ചൂടുള്ളതും വാസയോഗ്യമല്ലാത്തതും വരണ്ടതുമായിരിക്കുമെന്നും ശാസ്ത്രലോകം പറയുന്നു. ബ്രിസ്റ്റോൾ സർവകലാശാലയുടെ ഈ പഠനങ്ങൾ ഇന്ന് ഒരുപാട് പ്രചാരം നേടുകയാണ്. ലോകത്തുള്ള മുന്തിയ എല്ലാ പരീക്ഷണ ഉപഗ്രഹങ്ങളും അതേപോലെ ഉപകരണങ്ങളും എല്ലാം ഉപയോഗിച്ചുള്ള ഈ പരീക്ഷണങ്ങളുടെ പര്യവസാനമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ പ്രവചിച്ചിരിക്കുന്നത്, അതും ശാസ്ത്രത്തിലൂടെ തന്നെ.